നമ്മളിപ്പോൾ ഇടുക്കി ജില്ലയിലെ പെട്ടിമുടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ ഇപ്പോൾ സമയം നല്ലോണം രാത്രിയായി, നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം 4:30 കഴിഞ്ഞ്. നമ്മൾ വെളുപ്പിനെയാണ് ട്രക്ക് ചെയ്ത് കയറാൻ പോകുന്നത്. ഏതായാലും നേരം വെളുത്ത് വരുന്നുണ്ട്. ഇവിടെ ഒരുപാട് ആളുകൾ പതുക്കെ നടന്ന് ഇങ്ങനെ കുന്നേറി വരുന്നുണ്ട്. അയ്യോ, ആഹാ നോക്കിയാ നിലാവൊക്കെ വന്ന് നല്ല വൈബിൽ നിൽക്കണം. ഒരു ചുരുളി ആംബിയൻസ് മൊത്തത്തിൽ. നമ്മള് താഴത്തെ ഇവിടുന്ന് ഇപ്പൊ മേളിലെത്തി. അപ്പൊ അടുത്ത കുന്ന് കാണിച്ച് പറ്റിക്കണാണ് ഇവര്. അപ്പൊ ഇതാണ് പെട്ടിമുടി എന്ന് പറഞ്ഞ് ആശ്വസിക്കണോ അതോ ഇനിയും മേളിലായിട്ട് കയറുമോ എന്നുള്ളതാണ് ചോദ്യം. നമ്മളങ്ങനെ താഴെ നിന്ന് 1 കിലോമീറ്ററോളം നടന്ന് ഇപ്പോൾ പെട്ടിമുടി ഹിൽ ടോപ്പിൽ എത്തി നിൽക്കുകയാണ്. ഇതാണ് പെട്ടിമുടി വ്യൂ പോയിന്റ്. ഇനി സൂര്യൻ പതുക്കെ ഉദിച്ചു വരേണ്ട താമസമേ ഉള്ളൂ. അപ്പം നമുക്ക് സൺറൈസ് കാണാൻ പറ്റും. കോട ഒന്നിറങ്ങിയോണ്ട് നമുക്ക് സൺറൈസ് കിട്ടിയില്ല. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് സ്ഥിതി എന്നുള്ള പോലെ. എങ്കിലും നല്ല കാലാവസ്ഥയാണ്, ആംബിയൻസ് ഒക്കെയാണ്. ചന്ദ്രൻ ഇപ്പോഴും ഇവിടെ കാണാം. അടിമാലി ടൗൺ പതുക്കെ വിസിബിളായി വരുന്നുണ്ട്. നമ്മളിപ്പോ താഴേക്ക് ഇറങ്ങാണ്. ഇവിടെ വെയിൽ വരാൻ തുടങ്ങിയപ്പോ പതുക്കെ ചൂടാവാണ്ട്. ഇത്രയും നേരം നല്ല ചില്ല് ക്ലൈമറ്റ് ആയിരുന്നു. എന്താണ് ഒരേ പൊളിയാണല്ലോ. അൽത്താഫ് ബ്രോ വന്നപ്പോലെ പൊളിയാണ്. വെറുതെ ഇവിടെ ഏറ്റവും വൈബായിട്ട് നടക്കുന്ന മനുഷ്യനാണ് ഇവിടെ ഗ്യാങ്ങില്. വന്ന സമയത്ത് ഈ വഴിയൊക്കെ ഇരുട്ടുകൂടി കിടന്നപ്പോൾ നല്ല ഹൊറർ വൈബായിരുന്നു. ഇപ്പൊ നോക്കുമ്പോ നല്ല പ്ലസന്റ് അന്തരീക്ഷം. നമ്മൾ കയറുന്ന സമയത്ത് ഇരുട്ട് മൂടി ആകെ ഒരു ഹൊറർ മൂടി കിടന്ന കുന്നുകളൊക്കെയാണ് ഇപ്പം നല്ല തെളിഞ്ഞ് ബ്രൈറ്റായിട്ട് വേറൊരു വൈബിൽ നിൽക്കുന്നത്. ആക്ച്വലി ഞാൻ ഇന്നലെ രാത്രി മേളിലെവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് നമ്മളൊരു ഫ്രണ്ടിനെ പരിചയപ്പെടുന്നത്, ഷാഫി എന്ന് പറഞ്ഞു. ഷാഫി പുള്ളിയുടെ വീട്ടിലേക്ക് നമ്മളെ വിളിച്ചിട്ട് രാത്രി ഇന്നലെ അവിടെയാണ് സ്റ്റേ ചെയ്തത്. എന്നിട്ട് വെളുപ്പിന് ഷാഫി നല്ല ഉറക്കമായിരുന്നു. അപ്പം ഞങ്ങൾ ഒരുമിച്ച് കയറാമെന്നാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ കിടക്കാൻ ലേറ്റ് ആയതുകൊണ്ട് ഷാഫി ഉറങ്ങി. ഞാനങ്ങനെ തനിച്ചാണ് മേളിലേക്ക് കയറിയത്. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഇവിടെ നൗഫലിനെയും അൽത്താഫിനെയൊക്കെ പരിചയപ്പെട്ടത്. ഇപ്പോൾ തിരിച്ച് ഇറങ്ങി. ഷാഫി ഇപ്പോൾ ഉറക്കം ഉണർന്ന് കാണും എന്ന് ഞാൻ കരുതുന്നു. ഇതാണ് ഷാഫിയുടെ വീട്ടിലേക്കുള്ള വഴി. ഇതേ നിൽക്കുന്നതാണ് ഷാഫി. പിന്നെ ഇവിടെ വേറൊരു രസം എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും ട്രാവൽ വ്ളോഗിങ് ചാനൽ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഈ ക്യാമറയുടെ മുമ്പിലേക്ക് ചാടി വീഴും. പക്ഷേ ഷാഫിക്ക് അതൊന്നും താല്പര്യമില്ല. അപ്പോൾ ഷാഫി അത് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വമാണ് ഷാഫിയുടെ ഫേസ് ഒന്നും എക്സ്പോസ് ചെയ്യാത്തത് കേട്ടോ. കൊക്കോല്ലേ എന്റെ കുരു കളയണ്ട, അത് ഇതിനകത്തേക്ക് കിട്ടോ. പൊന്നും വില കിലോ 1000 രൂപ. ഇതാണ് കൊക്കോ. ഇതിൻ്റെ സീഡ് ആണ് ചോക്ലേറ്റ് ആയിട്ട് പൊടിക്കണേന്ന്. അങ്ങനെ പെട്ടിമുടിയിലെ സൺറൈസും ട്രെക്കിംഗ് എക്സ്പീരിയൻസും പുതിയ കുറേ കഥകളും അനുഭവങ്ങളൊക്കെ ആയിട്ട്
ഞാൻ ഷാഫിയുടെ വീട്ടിൽ നിന്നും മടങ്ങുകയാണ്. യാത്രകൾ തുടരും.